എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാൻ റോയൽസിനെതിരെ ഏറ്റുവാങ്ങിയ ആ ഏകപക്ഷീയവും അങ്ങേയറ്റം അപമാനകരവുമായ തോൽവിക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ ഇപ്പോൾ കനത്ത ശോകമൂകതയാണ് തളം കെട്ടി നിൽക്കുന്നത്. ഗുവാഹത്തിയിലെ ബർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ മുഖത്ത് തോൽവിയുടെ നിരാശയും നായകനെന്ന നിലയിലുള്ള തന്റെ പരാജയത്തിന്റെ ആഴത്തിലുള്ള വേദനയും വ്യക്തമായി കാണാമായിരുന്നു. തന്റെ ടീമിന്റെ ദിശാബോധമില്ലാത്ത ബൌളിംഗിനെയും നിരുത്തരവാദപരമായ ബാറ്റിംഗിനെയും രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം സ്വന്തം പ്രകടനത്തെക്കുറിച്ച് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഏവരെയും അമ്പരപ്പിച്ചു. എന്നാൽ പത്രസമ്മേളനത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ച് ഋതുരാജ് പറഞ്ഞ വാക്കുകൾ കേട്ട് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഗുവാഹത്തിയിലെ ബർസാപര സ്റ്റേഡിയത്തിലെ ആർത്തിളയ്ക്കുന്ന ആരാധകരുടെ ബഹളങ്ങൾക്കിടയിലും ആ രാത്രി CSKയ്ക്ക് സമ്മാനിച്ചത് ഒരു വലിയ ദുരന്തത്തിന്റെ പ്രതീതിയിലായിരുന്നു. മത്സരം അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ തിളങ്ങുന്ന നൂറുകണക്കിന് ക്യാമറ ഫ്ലാഷുകളും മാധ്യമപ്രവർത്തകരുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കും നടുവിലേക്ക് CSKയുടെ യുവനായകൻ കടന്നുവന്നു. ആ ഹാളിലെ അന്തരീക്ഷം അങ്ങേയറ്റം ഭാരമേറിയതും സംഘർഷഭരിതവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ആന്തരികമായ തകർച്ചയുടെ നേർചിത്രമായിരുന്നു. മുഖത്തു പടർന്ന കടുത്ത നിരാശയും തളർന്ന ശരീരപ്രകൃതിയും കണ്ണുകളിൽ നിഴലിച്ച ശൂന്യതയും അവിടെയുണ്ടായിരുന്ന ഓരോരുത്തർക്കും വ്യക്തമായി വായിച്ചെടുക്കാമായിരുന്നു. താങ്ങാനാവാത്തൊരു പരാജയത്തിന്റെ അദൃശ്യമായ ഭാരം ആ യുവചുമലുകളെ മാനസികമായും വൈകാരികമായും പൂർണ്ണമായും തളർത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ. വിറയ്ക്കുന്ന കൈകളോടെ മൈക്ക് കൈയിലെടുത്ത അദ്ദേഹം തന്റെ ഉള്ളിൽ തിളച്ചുമറിയുന്ന ദേഷ്യവും നിരാശയും പുറന്തള്ളാൻ എന്നവണ്ണം ഒരു ദീർഘനിശ്വാസമയച്ചു. ഇടറുന്ന ശബ്ദത്തിൽ തന്റെ മൗനം വെടിഞ്ഞ ഋതുരാജ് പറഞ്ഞ വാക്കുകൾ ആരാധകരെ വലിയൊരു ആഘാതത്തിലാഴ്ത്തി. സ്വന്തം പരാജയം സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സത്യം പറയുകയാണെങ്കിൽ ഈ ചരിത്ര മൈതാനത്ത് ഒരു നായകനെന്ന നിലയിലും പ്രധാന കളിക്കാരനെന്ന നിലയിലും ഞാൻ പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നു. പ്രതിഭയ്ക്കും ആവേശത്തിനും ഒട്ടും കുറവില്ലാത്ത ഒരു യുവനിരയാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് ഞങ്ങൾ കാഴ്ചവെച്ചത് ദിശാബോധമില്ലാത്തതും നിലവാരമില്ലാത്തതുമായ ക്രിക്കറ്റാണ്. CSKയുടെ പ്രതാപത്തിന് ഒട്ടും നിരക്കാത്ത പ്രകടനമായിരുന്നു ഇത്. ബാറ്റിംഗ് നിരയുടെ കൂട്ടത്തളർച്ചയെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം കൂട്ടിച്ചേർത്തു, IPL പോലൊരു വേദിയിൽ കളിക്കുമ്പോൾ ഓരോ കളിക്കാരനും സ്വന്തം ഉത്തരവാദിത്വം മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ ബാറ്റിംഗ് നിര രാജസ്ഥാൻ ബൌളർമാർക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു. ഒരു ചീട്ടുകൊട്ടാരം പോലെ ടീം തകർന്നടിയുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് വലിയ വേദനയുണ്ടായിരുന്നു. തുടർന്ന് സ്വന്തം പ്രകടനത്തെക്കുറിച്ച് തികച്ചും ആത്മഹത്യാപരമെന്ന് തോന്നാവുന്ന ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി. മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ ക്രീസിലെത്തിയ നിമിഷം മുതൽ അസഹനീയമായ മാനസിക സമ്മർദ്ദമാണ് ഞാൻ അനുഭവിച്ചത്. എന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നി. സ്വാഭാവിക ഷോട്ടുകൾ കളിക്കാൻ കഴിയാതെ നിരവധി ഡോട്ട് ബോളുകൾ കളിച്ച് ഞാൻ ടീമിന്റെ സ്കോറിംഗ് വേഗത പൂർണ്ണമായും ഇല്ലാതാക്കി. ഇത് മറുവശത്തുള്ള ബാറ്റർമാരെയും സമ്മർദ്ദത്തിലാക്കി. ഒടുവിൽ ഏറ്റവും നിർണായക സമയത്ത് എന്റെ വിക്കറ്റും നഷ്ടപ്പെടുത്തി. ബാറ്റിംഗിനു പിന്നാലെ ടീമിന്റെ ബൌളിംഗ് ഫീൽഡിംഗ് പ്രകടനങ്ങളെയും ഋതുരാജ് രൂക്ഷമായി വിമർശിച്ചു. ആദ്യ പന്ത് മുതൽ ബൌളർമാർക്ക് അച്ചടക്കവും ലൈനും ലെങ്തും നഷ്ടപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇതിന്റെ പൂർണ്ണമായ ആനുകൂല്യം മുതലെടുത്തത് രാജസ്ഥാന്റെ യുവ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും യുവതാരം വൈഭവ് സൂര്യവംശിയും ചേർന്നാണ്. അവർ CSK ബൌളർമാർക്ക് തിരിച്ചുവരാൻ യാതൊരു പഴുവും നൽകാതെ മൈതാനത്തിന്റെ എല്ലാ മൂലയ്ക്കും റണ്ണുകൾ അടിച്ചുകൂട്ടി. പോരാത്തതിന് ആദ്യ ഓവർ മുതൽ തുടങ്ങിയ കുട്ടിക്കളിയായ മിസ്ഫീൽഡിംഗുകൾ ബൌളർമാരുടെ ആത്മവിശ്വാസം പാടെ തകർത്തുകളഞ്ഞു. ഒരു ചാമ്പ്യൻ ടീമിന് ചേരുന്ന ഫീൽഡിംഗ് ആയിരുന്നില്ല അതെന്ന് അദ്ദേഹം നിരാശയോടെ സമ്മതിച്ചു. പത്രസമ്മേളനം അവസാനിക്കാറായപ്പോൾ ഋതുരാജ് പറഞ്ഞ വാക്കുകൾ ആ ഹാളിൽ വലിയൊരു നിശബ്ദത സൃഷ്ടിച്ചു. പരിക്കേറ്റു പുറത്തിരിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെക്കുറിച്ച് അദ്ദേഹം അത്യന്തം വികാരാധീനനായാണ് സംസാരിച്ചത്. ഇന്നീ മൈതാനത്ത് ഓരോ പന്തിലും ഓരോ നിമിഷത്തിലും ഞങ്ങൾ മഹിഭായിയുടെ അഭാവം വളരെ ആഴത്തിൽ അറിഞ്ഞു. പരിക്കു കാരണം അദ്ദേഹത്തിന് കളിക്കാൻ കഴിയാത്തത് ഈ സീസണിൽ ഞങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിന്റെ മാന്ത്രികമായ മാർഗനിർദ്ദേശങ്ങളില്ലാതെ കൃത്യമായ ഫീൽഡ് സജ്ജീകരിക്കുന്നതും തന്ത്രങ്ങൾ മെനയുന്നതും എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. ഇന്ന് മഹിഭായ് ഈ ടീമിന്റെ കൂടെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വില കൊടുത്തും ഈ മത്സരം ഞങ്ങൾ വിജയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രം മതി എതിരാളികളുടെ മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ. അദ്ദേഹമില്ലാതെ ഈ മൈതാനം ഇന്ന് വളരെ ശൂന്യമായിരുന്നു. എന്തുതന്നെയായാലും ഋതുരാജിന്റെ ഈ വികാരാധീനമായ വെളിപ്പെടുത്തലിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? ധോണിയില്ലാതെ അദ്ദേഹം ഒരു ബലഹീനനായ നായകനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? CSK അടുത്ത മത്സരത്തിൽ തങ്ങളുടെ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മിസ് യു മാഹി എന്ന് രേഖപ്പെടുത്തി പങ്കുവയ്ക്കുക. ഒപ്പം IPL 2026 ഏറ്റവും പുതിയ വാർത്തകൾക്കും റിപ്പോർട്ടുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.